ഇന്നത്തെ വചനചിന്ത അസാധ്യങ്ങൾ സാധ്യമാകുവാൻ. ശതാധിപനോട് ചോദിച്ചാൽ ശതാധിപൻ പറയും, യേശുവേ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ അവനായിരിക്കുന്നിടത്ത് സൗഖ്യം പ്രാപിക്കുമെന്ന്. ദൈവത്തിൻ്റെ മഹത്വം കണ്ടവർ വിളിച്ചു പറയും, നാറ്റം വമിച്ച അവസ്ഥയിൽ നിന്ന് ജീവനോടുകൂടി എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു ഒറ്റ വാക്ക് മതിയെന്ന്. പടകിനെ മുക്കുവാൻ അടിക്കുന്ന കാറ്റിനെയും തിരമാലയും അടക്കുവാൻ യേശുക്രിസ്തുവിന് ഒരൊറ്റ വാക്ക് മതിയായിരുന്നു. എന്നാൽ നാം കടന്നു പോകുന്ന അവസ്ഥയെ മാറ്റുവാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവ് യേശുക്രിസ്തുവിന് ഒരു വാക്ക് മതി. ദൈവത്തിൻ്റെ വാക്കിനെ സാഹചര്യങ്ങൾക്ക് അതീതമായി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ദൈവം വചനം ശ്രവിക്കുന്ന താങ്കൾക്കായി അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുക, താങ്കൾക്കായി പുതുവഴി തുറക്കും. അനുഗ്രഹിക്കപ്പെട്ട നന്മകളാൽ യേശുവിൻ്റെ കൽപ്പനയാൽ സകലത് സംഭവിക്കും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. നിനക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലം, കൃഷിഫലം, മൃഗങ്ങളുടെ ഫലം, കന്നുകാലിയുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമെന്ന്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് കാത്തിരിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. ഭക്തനായ യോസേഫിന് ദൈവം കൊടുത്ത സ്വപ്നത്തിനായി ഭക്തനായ യോസേഫ് കാത്തിരുന്നു. ഭക്തനായ അബ്രഹാമിൻ്റെ ജീവിതം പരിശോധിച്ചാൽ വാഗ്ദത്ത തലമുറയായ ഇസഹാക്കിനെ ലഭിക്കുവാൻ വേണ്ടി 25 വർഷം കാത്തിരുന്നു. ഭക്തനായ ദാവീദ് ദൈവം തൻ്റെ മേൽ പകർന്ന രാജകീയ അഭിഷേകത്തിൻ്റെ നിവൃത്തീകരണത്തിനായി അനേക വർഷം കാത്തിരുന്നു. സ്വൽവത്സരങ്ങൾക്ക് ശേഷം അവൻ കാത്തിരുന്നതിനെ അവരുടെ ജീവിതത്തിൽ ദൈവം നിവർത്തിച്ചുവെങ്കിൽ താങ്കൾ കാത്തിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കും. ആലയത്തിൽ ധൂപം കാട്ടുന്ന സഖരിയാവിനോട്, സഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന ശബ്ദം വെളിപ്പെട്ടതുപോലെ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് 2025 അവസാനിക്കുന്നതിന് മുമ്പ് ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് താങ്കളോട് കൂടെയുണ്ട്. അസ്ഥിയുടെ താഴ്വരയിൽ ജീവൻ്റെ തുടിപ്പ് കണ്ടില്ല എങ്കിലും വിശ്വാസത്തോടുകൂടെ പ്രവചിച്ചപ്പോൾ സർവശക്തനായ ദൈവം അതിനെ ജീവൻ വയ്പ്പിച്ച് സൈന്യമായി നിർത്തിയതുപോലെ കാറ്റ് കണ്ടില്ലെങ്കിലും മഴ കണ്ടില്ലെങ്കിലും വിശ്വാസത്തോടുകൂടെ താഴ്വരയിൽ കുഴിവെട്ടുവാൻ അതിനെ തയ്യാറായാൽ ആ കുഴിയെ നിറച്ച ദൈവം വിശ്വസ്തനാണ്. താങ്കൾ കടന്നു പോകുന്ന ഏതവസ്ഥയിലും വിശ്വാസത്തിൻ്റെ വാക്ക് വിളിച്ചു പറയുന്നവർക്ക്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രവർത്തിക്കും. മുൻപോട്ട് ചലിക്കുവാൻ കഴിയാതെ വണ്ണം കാരാഗൃഹത്തിൻ്റെ വാതിൽ അടഞ്ഞാലും, കാവൽ ഏർപ്പാടാക്കിയാലും, കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിച്ചാലും, ആരാധനയിലും പ്രാർത്ഥനയിലും സ്തുതിയിലും ഉയരുവാൻ താങ്കൾ തയ്യാറായാൽ ദൈവ സാന്നിധ്യം ഇറങ്ങും. ആ സാന്നിധ്യത്തിന് മുൻപിൽ ചങ്ങലകൾ അണിഞ്ഞ് അടഞ്ഞ വാതിൽ തുറക്കും. ഭക്തന്മാരെ പുറത്തു കൊണ്ടുവന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവപ്രവൃത്തി വചനം ശ്രവിക്കുന്ന താങ്കൾക്കും അനുഭവിക്കുവാൻ സാധിക്കും. യേശുവിൻ്റെ വാക്ക് വിശ്വസിക്കുക, ആരാധിക്കുക, ബലപ്പെടുക, ആത്മാവിൽ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.